അതിലെല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ജോലി ശരിയാവുന്നില്ല, ജോലി ശരിയാവുന്നില്ല. ഞങ്ങളുടെ ഈ പറയുന്ന ജാതക പ്രകാരം അല്ലെങ്കിൽ രാശി പ്രകാരം എന്റെ ജന്മനക്ഷത്ര പ്രകാരം അതിന് വല്ല മാർഗം ഉണ്ടോന്ന് എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എന്റെ അടുത്ത് ചോദിച്ചിട്ട് യാതൊരു മാർഗവും ഇല്ല. അപ്പൊ അതിന് എല്ലാവർക്കും ഉള്ളൊരു ഉത്തരമായിട്ട്, അത് രക്ഷിതാക്കളായിട്ടും അതല്ലെങ്കിൽ ജോലി തേടി നടക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കുഞ്ഞാനിയന്മാർ അനിയത്തിമാർ, ഇവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിനൊരു ഉത്തരം എന്നുള്ള രീതിയിലാണ് രവിയേട്ടാ, എന്താണ് ഇതിനൊരു ഉത്തരം കൊടുക്കുന്നത്? തൊഴിൽ ആർക്കും കണ്ടെത്താവുന്നതാണ്. എല്ലാവർക്കും തൊഴിലുണ്ട്. പക്ഷെ ഞാൻ എന്ത് തൊഴിൽ ചെയ്യാനാണ് എൻ്റെ യോഗം എന്ന് തിരിച്ചറിയുക. അത് നമുക്ക് കണ്ടെത്തി കൊടുക്കാം. പിന്നെ സർക്കാർ ജോലി എല്ലാവർക്കും ആവശ്യമാണ്. സർക്കാർ ജോലി ലക്ഷണങ്ങളുണ്ട്, 7 ലക്ഷണങ്ങളുണ്ട്. ആ ജാതകത്തിൽ ഗ്രഹങ്ങൾക്ക് മൗഢ്യമില്ലാതെ കർമാധിപൻ ബലവാനായി നിൽക്കുക, സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക, ചൊവ്വ നീചഭംഗം കൊണ്ടു നിൽക്കുക, ഇങ്ങനെ 6-7 ലക്ഷണങ്ങളെ കൊണ്ട് നമുക്ക് തൊഴിൽ സർക്കാർ ജോലി ലക്ഷണം കണ്ടെത്താം. അത് കേരള സർക്കാരാണോ വിദേശ സർക്കാരാണോ അല്ല സെൻട്രൽ ഗവൺമെന്റ് ആണോ എന്നും വരെ കണ്ടെത്താം. എന്നിട്ട് അതിന്റെ പ്രാക്ടിക്കൽ ആവാൻ അതിന്റെ എഫക്റ്റ് കിട്ടാൻ അയാൾ അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണെങ്കിൽ നിർദ്ദേശിക്കുന്ന ഇത് വിധിപ്രകാരം ചെയ്താൽ തൊഴിലുറപ്പാണ്. തൊഴിലില്ലാത്തവന് എനിക്ക് സർക്കാർ ജോലി വേണമെന്ന് പറഞ്ഞു ചേർന്നാൽ ഒരു രക്ഷയില്ല. എല്ലാവരും MA പഠിച്ചതിനൊക്കെ MEd എടുത്തിട്ട് പിന്നെ എല്ലാവർക്കും ടീച്ചറാവുന്നു പ്രൈവറ്റ് സെക്ടറിൽ കാശ് കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സർക്കാർ ജോലി ലക്ഷണത്തിന്റെ 7 അവസ്ഥകൾ നമുക്ക് കണ്ടെത്തി പറയാൻ സാധിക്കും. അതിൽ കിട്ടുമല്ലേ എന്നുള്ള ഉറപ്പിച്ച് പറയാനും ഉറപ്പിച്ചു പറയാം. അപ്പൊ കിട്ടുകയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതിയല്ലോ. കിട്ടണോന്ന് അതിന്റെ മാർഗം പറഞ്ഞു കൊടുക്കും. ഇന്ന റൂട്ട് കൂടെ പോയാൽ നിങ്ങൾക്ക് ആ ജോലി സാധ്യത എളുപ്പത്തിൽ കിട്ടും എന്ന് നമുക്ക് പറയാം. ആ സാധ്യതയില്ലാത്ത ആള് ഇതിൽ നടന്നിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, എന്ത് കച്ചവടം ചെയ്താലും പൊളിയാണോ? അയാളുടെ ചന്ദ്രൻ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഗ്രഹം ചന്ദ്രനാണ്. തുലാൻ രാശി കച്ചവടത്തിന്റെ രാശിയാണ്. ആ രാശിയുടെ അധിപതിക്ക് ബലം ഉണ്ടാവണം. അപ്പൊ കച്ചവടം വിജയിക്കും. ചിലർ എന്ത് കച്ചവടം ചെയ്താലും വിജയിക്കുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കിയിട്ട് പൊളിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ ഗ്രഹനിലയ്ക്കനുസരിച്ചിരിക്കും. ഗ്രഹനില ഒരു ബലമില്ലാത്ത ഗ്രഹനിലനെ പോഷിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അത് നടക്കുന്ന കാര്യമില്ല. അയാൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലാബലം നോക്കിയിട്ട് വേണം. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആണെങ്കിലും പ്രൊഫഷൻ ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്ത് ചെയ്താൽ ജയിക്കും? ഇവിടെ തന്നെ ഉണ്ടായി ഒരു ഇല കച്ചവടക്കാരൻ പച്ച ഇലകളെ കൊണ്ട് രക്ഷപ്പെടുന്നു. അയാളിപ്പോ ഗുരുവായൂർ ദേവതത്തിലേക്ക് ഇല കയറ്റി മകൻ ഡോക്ടറായി വലിയ വീട് വെച്ചു. അപ്പൊ അതില് കുശാഗ്രത കാണിക്കണം. ഇലക്കച്ചവടം തേക്കിന്റെ ഇല വിറ്റിട്ട് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ അത് ഇലക്കച്ചവടമാണ്. പിന്നീട് അവര് എന്തെങ്കിലും അവരുടെ കർമ്മമാർഗം കണ്ടെത്തിയിട്ട് വിജയിക്കുന്ന ആൾക്കാർ.